ഇദ്ദേഹം സ്ട്രോക്ക് ബാധിച്ച് രണ്ട് സൈഡും തളർന്നു പോയ ഒരാളാ ഈ ഒരു മനുഷ്യൻ, ഈ നിൽക്കുന്ന മനുഷ്യൻ. സ്ട്രോക്ക് ബാധിച്ച് തൂതലായിട്ട് സ്ഥലം ആനമങ്ങാട്, വെള്ളായ ആനമങ്ങാടുള്ള ആളാണ്. രണ്ടു ഭാഗം സ്ട്രോക്ക് വന്ന് തളർന്നു പോയി എൻ്റെ അടുത്ത് വന്ന മനുഷ്യനാണ്. ഇന്നീ മനുഷ്യൻ സ്ട്രോക്ക് വന്ന ആളെന്ന് ആരും പറയില്ല. പണിക്കുള്ളപ്പോ മകന്റെ കൂടെ തന്നെ പണിയെടുക്കുന്നത്. ഇപ്പൊ അവരെ മകന്റെ കൂടെ പണിയെടുക്കുന്നത്. മകൻ പറഞ്ഞിട്ട് വന്നാ വർക്ക്ഷോപ്പ് പണി നല്ല ഇൻഡസ്ട്രിയൽ വർക്കാനാണ്. അദ്ദേഹം തൊഴിലെടുത്ത് ജീവിക്കുക. അപ്പൊ അതെല്ലാം റബ്ബിന്റെ കഥയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ നൽകണം നമ്മുടെ തീരുമാനിച്ച് ഷിഫ നൽകിയത് തന്നെയാണ്. എന്നാ പറയാ എല്ലാവരും രോഗം ഷിഫയാവണമെന്നൊന്നുമില്ല. കുറച്ചെല്ലാം റബ്ബിന്റെ കഥായുമാണ്. നമുക്ക് നെയ്യത്ത് വേണം, ഷിഫയാകും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കും വേണം. എല്ലാവരും പോകണമെന്ന് ഞാനെ പോയി നോക്കട്ടെ എന്നുള്ള മനോഭാവത്തിൽ വന്നാൽ പർവ്വത്താവിലൊന്നും ആ ഒരു മനോഭാവം നമ്മൾ മാറ്റിവെക്കുക. ഒരു ടിപ്സ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും, സ്ട്രോക്ക് പേഷ്യൻസ് മാത്രമല്ല, ഷുഗർ, കൊളസ്ട്രോള്, ഷുഗറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഡിഞരമ്പുകൾക്കുണ്ടാവുന്ന തളർച്ച, നാഡിഞരമ്പുകൾക്കുണ്ടാവുന്ന വേദന, ക്യാൻസറിന്റെ വൈറസുകളെ പോലും തടയാൻ കഴിയുന്ന ടിപ്സാണ്. വളരെ സിമ്പിളുമാണ്. കറിവേപ്പില നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഉപേക്ഷിക്കുന്ന സാധനം കറിവേപ്പില. 10-30 ഇല കറിവേപ്പിലയുടെ ഇതിലെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നല്ലപോലെ വെട്ടി തിളച്ച ശേഷം വെള്ളം ഇറക്കി വെക്കുക. ചൂടാറിയതിനു ശേഷം അരിച്ചെടുത്ത് അതിലൽപ്പം തേനും ചേർത്ത് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം ദിവസം രാവിലെ കാലി വയറിൽ കുടിക്കാൻ തയ്യാറായാൽ 1 മാസം കഴിച്ചാൽ പ്രമേഹത്തിന്റെ ഡോസ് എത്ര നിൽക്കുന്നോ ആദ്യം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 1 മാസം ഇത് നോക്കുക. കൊളസ്ട്രോൾ നോക്കുക. അമിതമായ കൊഴുപ്പുകളുള്ളവര് ചെയ്യാം. അമിത വണ്ണമുള്ള സ്ത്രീകൾ നിങ്ങൾക്കല്ല ഇത് ചെയ്യാം. ഞരമ്പുകൾക്ക് പ്രമേഹവുമായി ബന്ധപ്പെട്ട് വേദന അനുഭവിക്കുന്ന ആൾക്ക് ഇത് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് വീടുകളിൽ ചെയ്യാവുന്ന കാര്യമെല്ലാം നിങ്ങൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രകാരം ആശ്വാസമില്ലെങ്കിൽ മാത്രമാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ആശ്രയിച്ച് വരണ്ടേ ഉള്ളൂ. വെറുതെ നമ്മൾ ഓരോ ചികിത്സയുമായി പോകുന്നതിലും നല്ലത് ഇത്തരമുള്ള ചില ടിപ്സുകളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കൈകളെല്ലാം തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. കറിവേപ്പിലയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കറിവേപ്പില നേരിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം, പെട്ടെന്ന് സാധിക്കില്ലായിരിക്കും. അതിന് ലളിതമായിട്ടുള്ള മാർഗമാണ് പറഞ്ഞത്. ഒരു കാരണവശാലും ഈ വെള്ളം തിളച്ചതിന് ശേഷം ചൂടുവെള്ളത്തിലേക്ക് തേൻ ഒഴിക്കാൻ പാടില്ല. ചൂടുവെള്ളത്തിൽ തേൻ ഒഴിക്കുമ്പോൾ അത് വേറെ ദോഷം വരും, വിഷാംശമായി മാറും. അതുകൂടി മനസ്സിലാക്കണം. ചൂടാറിയിട്ടേ തേൻ ഒഴിച്ച് ചെറുനാരങ്ങ പിഴിയാൻ പാടുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ചൂടുവെള്ളത്തിൽ തേൻ ഒഴിക്കാൻ പാടില്ല. ഇത് പ്രകൃതിയുടെ ഇതാണ്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അൽഹംദുലില്ലാ ഏതെങ്കിലും വിധേന ചില ആളുകൾ അല്പം താമസം വന്നാലും എല്ലാവരും ഞാൻ നോക്കിയിട്ടേ വിടുള്ളൂ. കഴിവതും ആളുകളുടെ രോഗം ഷിഫയാകുമെന്നുള്ള നെയ്യത്ത് വെച്ചും അത് മാറണം എന്നുള്ള നെയ്യത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ആരും ടോക്കൺ ഫീസ് ചാർജ് ഒന്നും വാങ്ങാറില്ല. ആകെ നമ്മളിവിടെ വല്ല മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ തൈലം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ തൈലത്തിന്റെ പൈസ മാത്രം കൊടുക്കുക. ഒരു ഗ്യാരണ്ടിയോടും പറയാം, ശ്രദ്ധിച്ചു വീടെടുക്കുന്നുണ്ടല്ലോ അല്ലേ, പറയാം. എന്റെ വേദനയ്ക്കായി ഞാൻ നിങ്ങൾക്ക് നൽകുന്ന തൈലം, ആ തൈലം നിങ്ങൾ ഉപയോഗിച്ച് 2 ദിവസം, അതായത് 24-48 മണിക്കൂറിനുള്ളിലെങ്കിലും നിങ്ങൾക്ക് ആ വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടിയില്ലെങ്കിൽ ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് പൈസ തിരിച്ചു മേടിച്ചുകൊണ്ടാവും. ഒരു നഷ്ടവും നിങ്ങൾക്ക് വരാനില്ല. 48 മണിക്കൂർ വരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേദനയ്ക്ക് ആശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. തൈലം തേക്കുന്ന ആളുകൾ ഒരാളും ചൂട് കൊടുക്കുകയോ ആവി പിടിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നാൽ വേദന കൂടുകയും ചെയ്യും. ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കൃത്യമായി തൈലം നിങ്ങൾ പറയുന്ന പ്രകാരം, ശക്തമായ വേദനയുള്ളവർ ഒരു ദിവസത്തിൽ രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്തിനുള്ളിൽ 2.5 മണിക്കൂർ ഇടവിട്ട് 6 നേരമെങ്കിലും തൈലം തേച്ച് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേദന മാറുന്നില്ല എങ്കിൽ ആ സാധനം തിരികെ കുറച്ച് കാശ് വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് നഷ്ടമൊന്നും വരുന്നില്ല, ഫീസും വാങ്ങുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് നഷ്ടങ്ങളില്ലാത്തൊരു കച്ചവടമാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് അതനുസൃതമായിട്ട് എല്ലാവരും പ്രവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ സ്ഥാപനം മാറിയതാണ്. ഹയറിന് വേണ്ടി ആരും ദുആ ചെയ്യണ്ട. കാരണം ഇത് ചികിത്സാലയമാണ്. ഹയറിന് വേണ്ടി ഞാനും ദുആ ചെയ്ത് എന്റെ സ്ഥാപനം ഉന്നതിയിലെത്തിക്കണമെന്ന് പറഞ്ഞാൽ രോഗികളുടെ എണ്ണം കൂട്ടുകയെന്ന് അതിന്റെ അർത്ഥം. രാജ്യത്ത് രോഗികൾ ഉണ്ടാവുന്നതാണ് എൻ്റെ അർത്ഥം. രോഗികൾ ഇല്ലാതിരിക്കാൻ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ദുആ ചെയ്യേണ്ടത്
അൽഹംദുലില്ലാ ആഫിയത്തുള്ള ദീർഘായുസിനോട് ദുആ ചെയ്ത് അവതരിക്കും. ആഫിയത്തിനും ദീർഘായുസിനും ദുആ ചെയ്യുക. ഹയറും ഷറും റബ്ബ് തീരുമാനിക്കുന്നത്, അത് ആ വഴിക്ക് വന്നോളൂ. ഇൻഷാ അല്ലാഹ് ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്, നമസ്കാരം.